ഞാനും പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുവാണ്. ആദ്യം തന്നെ എൻ്റെ മുടി ഒന്ന് കെട്ടി വെക്കട്ടെ. മുടി അടങ്ങിയിരിക്കുന്നില്ല. അതിന് ശേഷം അവിടെ കിടന്ന കട്ട കൊണ്ടിടുക. ഉദ്ദേശിച്ച പോലെയല്ല, നല്ല സിമെൻറ്റ് കട്ട, നല്ല വെയിറ്റ്, നടുവിന് നല്ല പണിയും കിട്ടി. എന്നിട്ട് അടിച്ചു വാരി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കട്ടയൊക്കെ കൊണ്ടുവന്ന് മാറ്റിയിട്ടപ്പം അവിടെ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടു. എന്നിട്ട് ആ പറമ്പിലും മുറ്റത്ത് കിടക്കുന്ന കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കുക കേട്ടോ. പുൽക്കൂട് ഉണ്ടാക്കാൻ തന്നെയാണ്, വേറൊന്നിനുമല്ല. ഇപ്പം എല്ലാവരും റെഡിമെയ്ഡ് പുൽക്കൂടല്ലേ വാങ്ങുന്നത്. നമ്മളെപ്പോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പം ആരും പുൽക്കൂട് ഉണ്ടാക്കുന്നില്ലല്ലോ. ഒരു വിധത്തിൽ ഞാൻ കല്ലൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞ് തൂമ്പയും ചട്ടിയും എടുത്തായിട്ട് പറമ്പിലേക്ക് പോയി മണ്ണൊക്കെ കുത്തി പൊക്കി വന്ന് ഇടുവാണ്. ആ കല്ലിൻ്റെ പൊക്കത്തേക്കാണ് ഈ മണ്ണൊക്കെ കൊണ്ടുവന്നിടുന്നത്. വേറൊന്നുമല്ല, ഊടായിപ്പിൻ്റെ ഉസ്താദാണ് ഞാൻ. കല്ല് കൊണ്ടുപോയി വെച്ചിട്ട് മണ്ണ് കൊണ്ടുപോയി ഇടുവാണെങ്കിൽ അത്രയും മണ്ണ് കുറവ് ചുമന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നിനുമല്ല കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ആ 3 കല്ലിൻ്റെ പൊക്കത്തും ഇട്ട് ഒരു മല പോലെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ നനച്ച് കൊടുക്കുന്ന രംഗമാട്ടോ നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നനച്ച് കൊടുക്കണം. അങ്ങനെ 3 മലയും നനച്ച് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം കൊച്ചും ഞാനും കൂടെ കൂടിയിട്ട് തെനയും കഞ്ഞിപ്പുല്ലൊക്കെ കൂടെ കൂടിയിട്ട് പാകി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കാട്ടിൽ പോയിട്ട് പുല്ല് പറിക്കുക കേട്ടോ. പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുല്ല് പറിക്കുക. പുല്ലൊക്കെ കൊണ്ടുവന്ന് പറിച്ചിട്ട് രാത്രി ഇരുന്ന് പുൽക്കൂട് ഉണ്ടാക്കലാണ് ഈ കാണുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഹസ്സാണെങ്കിൽ അവിടെ മൊബൈൽ നോക്കിയിരിക്കുന്നു, പിള്ളേരാണെങ്കിൽ ഗെയിം കളിക്കുന്നു. എന്നിട്ട് ഇതേ കണ്ടോ, എൻ്റെ ഏകദേശം പുൽക്കൂടി ഇവിടം വരെയൊക്കെ ആയി. തേനയൊക്കെ മുളച്ച് നല്ല ഇതായി, നല്ല സെറ്റായി. ചെടിയൊക്കെ കൊണ്ടുവന്ന് ഡെക്കറേഷൻ ചെയ്ത് അടിപൊളിയായിട്ടോ. എന്നിട്ട് രൂപങ്ങളൊക്കെ വെക്കുവാണ്. രൂപങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം സെറ്റായിട്ട്. അടിപൊളി, എനിക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയായി, നല്ല രസമുണ്ട് എൻ്റെ പുൽക്കൂട് കാണാൻ. കൊച്ചു വന്നിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേർ രൂപങ്ങൾ വെക്കുവാണ്. അതത് സ്ഥാനത്ത് എല്ലാം കൂടി വെക്കണമല്ലോ. അപ്പോൾ പിള്ളേർ വെക്കുന്ന രംഗമാട്ടോ ഇത്. ലാസ്റ്റ് എൻ്റെ പുൽക്കൂട് ഇവിടം വരെ എത്തി ഫിനിഷായി. നല്ല രസമില്ലേ പുൽക്കൂട് കാണാൻ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജ് വരണം. ഓക്കെ.